നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളൂ എന്താണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വിധി എന്നറിയാൻ. അതിനിടയിൽ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് വല വിരിച്ച അന്വേഷണമാണ് രാഹുലിന് വേണ്ടി നടക്കുന്നത്. രാഹുൽ കോടതിയിൽ ഹാജരാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനു മുന്നേ അറസ്റ്റ് ചെയ്യുക എന്ന നീക്കത്തിലാണ് അന്വേഷണ സംഘം, പോലീസ് ആയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നു. 8 ദിവസത്തോളം പോലീസിനെ മറഞ്ഞിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നിർണായകമായ ദിവസമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും. പോലീസ് അറസ്റ്റ് ചെയ്യുക എന്നത് ഇപ്പോൾ പോലീസിന്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനു മുന്നേ രാഹുൽ കോടതിയിൽ കീഴടങ്ങിയാൽ തീർച്ചയായിട്ടും പോലീസിന് ഇത് തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് തടയണമെന്ന ആവശ്യവുമായി പ്രതിഭാഗം ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ഹർജി നൽകിയത്. അതേസമയം രാഹുലിനെതിരായ പുതിയ പരാതിയിൽ അന്വേഷണ സംഘം കോടതിയിൽ എഫ്ഐആറും സമർപ്പിച്ചിട്ടുണ്ട്. രാഹുലിനെതിരായ രണ്ടാമത്തെ എഫ്ഐആർ ആണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. രാഹുൽ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ 8 ദിവസത്തോളം നീണ്ട 8 ദിവസം പോലീസ് സംഘത്തെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ കഴിയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചു എന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘമൊക്കെ അന്വേഷിച്ചെത്തുമ്പോൾ ആ സ്ഥലം ഇന്നടുത്തുണ്ട് എന്ന് അറിഞ്ഞെത്തുമ്പോൾ അവിടെ നിന്നും രാഹുൽ പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും രാഹുലിനെ പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി നൽകുന്നുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തിന് ഉടലെടുത്തിരുന്നു. മാത്രമല്ല ഈ രാഹുൽ ഈ പോലീസ് സംഘത്തേക്ക് വെട്ടിച്ച് രക്ഷപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾ പോലും ബാക്കിയില്ല. ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു തീരുമാനത്തിലെത്താൻ. രാഹുൽ കോടതിയിൽ കീഴടങ്ങുമോ, പോലീസ് അറസ്റ്റ് ചെയ്യുമോ, മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി എന്താണ്? അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ ഭാഗത്തു നിന്നും നിർണായകമായ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് വിധി എന്നറിഞ്ഞതിന് ശേഷം പാർട്ടി തീരുമാനം എടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ നിമിഷങ്ങളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം മുതൽ പാർട്ടി എടുത്ത നിലപാട് സുതാര്യമാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി ഇരകളായ സ്ത്രീകൾക്കൊപ്പമാണെന്നും ദീപ്തി പറഞ്ഞു. കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കരുത് എന്നതിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. രാഹുൽ വിഷയത്തിൽ വരും മണിക്കൂറുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അതിപ്രധാനമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നും ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. എന്തായാലും രാഹുൽ ഇപ്പോൾ എവിടെയാണ്? പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്, തിരച്ചിൽ നടത്തുന്നുണ്ട്, വലവിരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും അതിനിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെ രാഹുലിന് വിവരം ചോരുന്നുണ്ട് എന്ന സംശയം ശക്തമാവുകയാണ്. രഹസ്യ സ്വഭാവത്തിൽ വേണം തിരച്ചിലെന്ന് അന്വേഷണ സംഘത്തിന് ADGP കർശന നിർദ്ദേശം നൽകിയതും ഈ ഒരു പശ്ചാത്തലത്തിലാണ്. രാഹുലിനായി അന്വേഷണ സംഘം വയനാട് കർണാടക അതിർത്തി കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ എവിടെ എത്തി എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം നിലവിലായിരിക്കുന്നത്. തിരച്ചിലിന് ഇന്നു മുതൽ കൂടുതൽ സംഘങ്ങൾ കൂടി രംഗത്തിറങ്ങും. രാഹുലിനെ കണ്ടെത്തുക എന്നത് പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നമായി കൂടി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഹുലിനെ പിടികൂടുമോ അതോ രാഹുൽ കീഴടങ്ങുമോ? ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. നിർണായകമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതേസമയം രാഹുൽ കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പോലീസുമൊക്കെ ഈ കോടതിക്ക് മുന്നിൽ, കോടതി പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വാഹന പരിശോധന അടക്കം നടത്തുന്നുണ്ട്. എവിടെയാണ് രാഹുൽ എന്ന് കണ്ടെത്താനായി വാഹന പരിശോധന നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വാഹന പരിശോധന അടക്കം പോലീസ് നടത്തുമ്പോൾ പോലും അത്തരത്തിൽ ആ വാഹന പരിശോധനയും വെട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കീഴടങ്ങിയാൽ അത് പോലീസിന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കർണാടകയിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെയാണ് രാഹുൽ കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങും എന്ന ഒരു സൂചന വരുന്നത്. മാധ്യമപ്രവർത്തകർ കൽപ്പറ്റ കോടതി പരിസരത്ത് എത്തിയിട്ടുണ്ട്. പിന്നാലെ പോലീസ് സംഘവും കോടതി പരിസരത്തെത്തി. കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങുമെന്ന് പ്രചരിച്ചത് മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ തിരിക്കാനാണെന്നും മാനന്തവാടി കോടതിയിലോ ബത്തേരി കോടതിയിലോ മറ്റെവിടെയെങ്കിലും ഹാജരാവാനാണ് സാധ്യത എന്ന സംശയങ്ങൾ നിലവിൽ ശക്തമാകുന്നുണ്ട്. രാഹുൽ വയനാട്ടിൽ തന്നെയാണ് ഒളിവിൽ കഴിയുന്നതെന്നും കേരള കർണാടക അതിർത്തിയിലാണ് എന്നെല്ലാമുള്ള അഭ്യൂഹങ്ങളും ഇതിനിടയിൽ പരക്കുകയുണ്ടായി. ഇന്നലെ വൈകിട്ട് മുതൽ മുത്തങ്ങ ഉൾപ്പെടെയുള്ള വയനാട് കർണാടക അതിർത്തി പ്രദേശങ്ങളിലും ബത്തേരിയിലും പോലീസ് വാഹന പരിശോധന കർശനമാക്കിയിരുന്നു. കൂടുതൽ പോലീസിനെ ബത്തേരി കേന്ദ്രീകരിച്ച് എത്തിക്കുക കൂടി ചെയ്തതോടെ അഭ്യൂഹങ്ങൾ ശക്തമാവുകയായിരുന്നു.
കർണാടക കേരള അതിർത്തിയിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തെന്നും വയനാട് വഴി കൊണ്ടുവരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ വന്നു. ഇതോടെ മാധ്യമങ്ങളും ബത്തേരി പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തി. പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ലെന്നും വാഹന പരിശോധന ഉൾപ്പെടെ സ്ഥിരം പരിശോധന ശക്തമാക്കുകയായിരുന്നുവെന്നും പോലീസും വ്യക്തമാക്കി. എന്തായാലും അന്വേഷണ സംഘത്തേക്ക് വെട്ടിച്ച് രാഹുലിന് കോടതിയിൽ കീഴടങ്ങാനാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കീഴടങ്ങിയാൽ അത് പോലീസിന് വലിയ തിരിച്ചടി ആകും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കഴിഞ്ഞ ദിവസം അടച്ചിട്ട കോടതി മുറിയിൽ വാദം നടന്നത് 1.5 മണിക്കൂറോളം നീണ്ട വാദമായിരുന്നു അരങ്ങേറിയത്. കൂടുതൽ തെളിവുകൾ സമർപ്പിക്കാൻ സമയം വേണമെന്നും പ്രോസിക്യൂഷൻ അനുമതി ചോദിച്ചത് കോടതി അനുവദിച്ചിരുന്നു. അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോയും അടക്കം പ്രതിഭാഗം ഹാജരാക്കിയപ്പോൾ അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്ത വാട്സാപ്പ് ചാറ്റുകളെയാണ് പ്രോസിക്യൂഷൻ കൂടുതൽ ആശ്രയിച്ചത്. കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സാപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഹർജിയിൽ വിധി ഉണ്ടാകും വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന ആവശ്യത്തിൽ കോടതി നിലപാട് സ്വീകരിച്ചില്ല. എന്തായാലും രാഹുൽ വിഷയത്തിൽ പാർട്ടി നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കും അത് വളരെ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. ഇനിയും അത് വൈകരുതെന്ന ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് കൈവിട്ട പ്രതികരണം, കെ രമ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിന് കൈവിട്ടുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. ഇതുവരെ കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികൾക്ക് മാതൃകയായി പ്രവർത്തിച്ചുവെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി താൻ സംസാരിച്ചുവെന്നും VM സുധീരൻ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം VM സുധീരനും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെയും N വാസുവിനെയും തള്ളിപ്പറയാൻ CPM തയ്യാറായിട്ടില്ല. അതായത് ശബരിമല കൊള്ളയിലെ പ്രതികളെ CPM ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതാണ് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിക്കാത്തതിന് അവർ ഉന്നയിക്കുന്ന പ്രതിരോധം. എന്തായാലും ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വിധിയുണ്ടായിട്ടില്ല. അല്പസമയത്തിനകം കോടതി വിധി വരും. എന്താണ് കോടതി വിധി എന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കോടതി അന്തിമ വാദം കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. 1.25 മണിക്കൂറോളമാണ് കഴിഞ്ഞ ദിവസം കേസിൽ വാദമുണ്ടായത്. കേസുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ പരിശോധിക്കാനുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം ഇന്ന് രാവിലെയാണ് വിധി അല്പസമയത്തിനകം ഉണ്ടാകുക. അന്തിമ വാദം ഇന്നത്തേക്ക് മാറ്റിയെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്നും ഉപഹർജി സമർപ്പിച്ചിട്ടുണ്ട്. നോട്ട് ടു അറസ്റ്റ്, അത് അറസ്റ്റ് ചെയ്യരുതെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി ഇന്ന് തീരുകയാണ്. ആ ഒരു സംഭവം കൂടി, അതായത് തന്നെ കൊടുക്കാനുള്ള ശ്രമമാണെന്നും അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ ആവർത്തിച്ച് പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിലുള്ള ദേഷ്യത്തിലാണ് ഈ പരാതി. പുരുഷ കമ്മീഷന്റെ ആവശ്യം സത്യത്തിൽ ഇപ്പോഴാണ്. പെൺകുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയിട്ടില്ല, പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല, പരാതിക്കാർ കള്ളം പറയുകയാണെന്നതടക്കമുള്ള വാദങ്ങൾ രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വളരെ നിർണായകമായ മണിക്കൂറുകൾ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വിധി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം അതിലെല്ലാം ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വാഹന പരിശോധന അടക്കം SIT കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താനായി നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.